ആദ്യം മുതൽ തന്നെ ഈ കാസിമിനൊപ്പം ഈ ലീഗൽ പോരാട്ടത്തിലൊക്കെ വളരെ സജീവമായ ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് ശ്രീ മെഹറൂഫ്. ഈ ഈ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് മെഹറൂഫ് ഉറപ്പായും വായിച്ചിട്ടുണ്ടാകണം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഓൺ 30/6/2024 ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിവേഴ്സ് സൺ ഓഫ് രാമകൃഷ്ണൻ വാസ് റെക്കോർഡ് ആസ് വിറ്റ്നസ് 22 ആൻഡ് എക്സാമിൻഡ് ഹിസ് Redmi Note 7 mobile phone. On verification of his mobile phone, it is revealed that the communal post was posted by him in the WhatsApp group of Red Encounters on 25/4/2024 on 2:13 PM. On interrogation, റിബേഷ് could not reveal from where he has obtained the communal post. എന്ന് പറഞ്ഞാൽ റിബേഷിന് അറിയില്ല എന്നല്ല പറയുന്നത്. റിബേഷ് could not reveal എന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്താൻ റിബേഷ് തയ്യാറല്ല. അപ്പോൾ പോലീസ് ചോദിക്കുന്നു, റിബേഷെ ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ റിബേഷ് പറയുന്നു, അത് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ പോലീസ് പറയുന്നു, ഓക്കെ, നീ സാക്ഷ്യപ്പെട്ടിൽ തുടരൂ. അങ്ങനെയുണ്ടോ എന്ന് ഒരു സാക്ഷിയോടെ ഇപ്പം ഞാനോ മെഹറൂഫോ ജിൻഡോയോ ഹസ്കറോ സെന്യു ബാലകൃഷ്ണ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഇതുപോലെ ഒരു തമ്മാടിത്തരം കാണിച്ചൊന്ന് വെക്കുക. പോലീസ് ചോദിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് പറയാൻ പറ്റുമോ? തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വീണ്ടും സാക്ഷ്യപ്പെട്ടിയെ തുടരുമോ മെഹറൂഫ്? ഇതിൽ ഫസ്റ്റിൽ തന്നെ ഹസ്കർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, റിബേഷിന് എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല, അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യട്ടെ, ഫോൺ അയക്കട്ടെ എന്നുള്ള കാര്യം. പക്ഷേ കാസിമിനെതിരെ FIR ഇടാൻ ഇങ്ങനെ ഒരു സയന്റിഫിക്കിന്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് CPM കൊടുത്ത പരാതിയിൽ അതേ ദിവസം കാസിം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അന്ന് രാത്രി തന്നെ കാസിമിനെതിരെ 153A ആണ് വെറും ഒരു കംപ്ലൈന്റ് ബേസിസിൽ യാതൊരു ഇൻവെസ്റ്റിഗേഷനും ഇല്ലാതെ അവർ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് റിബേഷ് ആണ് റെഡ് എൻകൗണ്ടർ എന്നുള്ള ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തെന്നുള്ള മൊത്തം തെളിവ് കിട്ടിയിട്ടും ഇതുവരെ യാതൊരു ചാർജും അദ്ദേഹത്തിന്റെ മേലിൽ ഇടാത്തത് എന്തൊരു വൈരുദ്ധ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി പോലീസിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഒഫൻസസ് ആണ് റിബേഷിനെതിരെ ഇപ്പൊ പ്രൈമ ഫേസ്യ ഒരു പ്രൂവ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ. 120B ചാർത്തപ്പെടാം, 153A ചാർത്തപ്പെടാം. 153A എന്ന് പറയുന്നത് റിലീജിയസ് എൻമിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നതിന് ചാർത്തപ്പെടുന്ന ഒഫൻസാണ്. അതേപോലെ തന്നെ ഫോർജറിയുടെ ഒഫൻസസുകൾ 465, 469 ഒക്കെ റിബേഷിനെതിരെ പോലീസിന് ഇപ്പം യാതൊരു മടിയുമില്ലാതെ ചാർത്തപ്പെടേണ്ട ഒഫൻസസുകളാണ്. അതേപോലെ IT ആക്ടിലെയും. പക്ഷെ ഇതൊന്നും ചാർത്താതെ റിബേഷിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം അപകടകരമാണെന്നുള്ളത് പോലീസ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഭയക്കുന്ന ഒരു കാര്യം. സെക്കൻഡ്ലി, ഈ റിബേഷ് വരെ എത്തിച്ചേർന്ന കാര്യങ്ങളാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കുറച്ചൊരു സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കാം. ഇതിൽ ഫസ്റ്റ് കാസിം പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉച്ചക്ക് തന്നെ 3:30-4 മണിയാകുമ്പോഴേക്കും അവിടെ എത്തുന്നുണ്ട്. അന്ന് രാത്രി പരാതി അവരെടുക്കുന്നില്ല. ലാസ്റ്റ് 8:30 മണിയോളം SP ഓഫീസിൽ നിന്ന് ഫോർവേഡ് ചെയ്തതിന് കംപ്ലൈൻറ്റ് റിസീവ് ചെയ്യുന്നു. അതിനുശേഷം CPMന്റെ പരാതിയിലാണ് ആദ്യം FIR ഇടുന്നത്, അതും കാസിമിനെതിരെ. അവിടെ തന്നെ 153 കാസിമിനെതിരെയും കാസിമിന്റെ അനുകൂലമായിട്ട് കൊടുത്ത ഇസ്മായിൽ എന്ന് പറയുന്ന നെടുമ്പര യൂത്ത് ലീഗിന്റെ കെയർ ഓഫിൽ കൊടുത്ത പരാതിയിൽ അൺനോൺ ആയിട്ട് ഇടുന്ന ഒഫൻസ് 153 ആണ്. രണ്ടും ഒരേ കോസ് ഓഫ് ആക്ഷൻ, ഒരേ ഇഷ്യൂ. പക്ഷേ ലീഗുകാർ കൊടുത്ത കംപ്ലൈന്റിൽ ഇടുന്ന ഒഫൻസ് 153 ബെയിലബിൾ ഒഫൻസ്. അതേ സ്ഥാനത്ത് ലീഗുകാരതിനെതിരെ കൊടുത്ത CPM കൊടുത്ത പരാതിയിൽ 153A. ആ തുടക്കത്തിൽ തന്നെ ഇൻവെസ്റ്റിഗേഷന്റെ ബയാസ്നെസ് പ്രൂവ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കാസിമും പാറക്കൽ അബ്ദുള്ള സാഹിബും ഒക്കെ ഇതിന്റെ പിന്നിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലണം എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഇതിന്റെ ഫോളോ അപ്പിംഗ് ആയിട്ട് CRPC 154(3) പ്രകാരം SP-ക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നു. 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ആക്ഷൻ ഇല്ലാത്തത് കാരണം. അതിനുശേഷം SP-യുടെ ഭാഗത്തു നിന്നും യാതൊരു ആക്ഷനും ഇല്ലാതെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് FIR ഇടുന്നില്ല എന്നും പറഞ്ഞിട്ട് മജിസ്ട്രേറ്റ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യലാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഓൾറെഡി FIR ഇട്ടത് കൊണ്ട് നമുക്ക് അതും ചെയ്യാൻ പറ്റില്ല. പിന്നീടാണ് നമ്മൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഹൈക്കോടതിയെ ആർട്ടിക്കിൾ 226 ഈ വിക്ടിമിന്റെ പ്രശ്നം കാരണം വിക്ടിമിനെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആർട്ടിക്കിൾ 21 കൃത്യമായിട്ട് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ക്രിമിനൽ ആയിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ മൊത്തം വെളിപ്പെടുത്തുന്നത്. അതിനെ തടക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ DGPക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. യാതൊരു ആക്ഷനും അവരുടെ ഭാഗത്തു നിന്നില്ലാതെയാണ് നമ്മൾ ഹൈക്കോടതി വരെ എത്തുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് KK ലതികയെ പോലെയുള്ള ആളുകൾ ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് CA നൗഫലും റഷാദും ഒക്കെ ചേരുന്ന കുറ്റ്യാടി മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലെ CIക്ക് ഒരു പരാതി കൊടുത്തു. അപ്പോൾ CIനെ ഞാൻ വിളിച്ച് പരാതിയിൽ എന്താ FIR ഇടാത്തെന്ന് ചോദിച്ചപ്പോൾ CI പറയുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് ഒറിജിനലി വന്ന ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് എനിക്ക് തരണം, എങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ അന്വേഷണം നടത്തൂ എന്നുള്ളത്. അതിന്റെ ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്.
പറഞ്ഞത്. പക്ഷെ അന്ന് പോലും ഞാൻ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ എന്താണ്? നമ്മൾ പറയുന്നു ഫേക്ക് സ്ക്രീൻഷോട്ട് ആണെന്ന്. കംപ്ലൈന്റ് കൊടുക്കുന്ന ആളോട് തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതാ, എന്നാൽ മാത്രമേ ഞങ്ങൾ അന്വേഷണം നടത്തൂ എന്നുള്ളതായിരുന്നു കുറ്റ്യാടി സിയുടെ റിപ്ലൈ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, താങ്കളുടെ മുകളിൽ ഇവിടെ കോടതികൾ ഉണ്ടല്ലോ, ഞങ്ങൾ കോടതി അപ്രോച്ച് ചെയ്തോളാം. അങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതി വരെ ഈ കേസുമായി ഹൈക്കോടതി